ഈ എക്സ്റേ എൻ്റെ സ്വന്തം കാലിൻ്റെയാണ്. ഇതിങ്ങനെ ഇരിക്കണ ബോൺ ഗ്രോത്ത് ഉണ്ടല്ലോ, അതും എൻ്റെ വലത്തെ കാലിൽ ഇപ്പോഴും ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയുമെന്നറിയില്ല. ഇതാണ് ഹീൽ സ്പർ. ഇറ്റ്സ് റിലേറ്റഡ് ടു പ്ലാന്റർ ഫെസൈറ്റിസ്. ഇനി ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം. ഞാൻ അവളെ ഒക്കത്തിരുത്തി നടന്ന് കുറേ നേരം കൊണ്ടൊക്കെയാണ് ഒരു നേരത്തെ ഫുഡ് കൊടുത്തിരുന്നത്. അമ്മമാർക്ക് അറിയാലോ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വലത്തെ കാലിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ഇങ്ങനെ മുട്ടുസൂചി ഇട്ട് കുത്തണ പോലൊരു പെയിനാണ്. ഐ വാസ് 88 കിലോ ദാറ്റ് ടൈം. ആഫ്റ്റർ ഡെലിവറി അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവളെയും കൂടി എടുത്ത് നടക്കുമ്പോഴത്തേക്കും കാലിൽ എന്തായാലും ഒരു സ്ട്രെയിൻ ഉണ്ടാവുമല്ലോ. സോ ഐ തോട്ട് ഇറ്റ്സ് നോർമൽ. പിന്നെ പലരോടും ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു ഇത് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. ആ പെയിൻ ഡേ ബൈ ഡേ ഇൻക്രീസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ഒന്നും എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു മുട്ടുസൂചി എടുത്തിട്ട് അവിടെ ഇങ്ങനെ പിഞ്ചതി ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്ന ആ ഒരു ഫീലാണ്. അങ്ങനെ കൊച്ചിന് 1 വയസ്സായി, 1.5 വയസ്സായി. ഈ ഒരു ടൈം പീരീഡിലൊക്കെ ഐ വാസ് ബ്ലെയിമിങ് മൈസെൽഫ്. കാലിൽ താങ്ങാൻ പറ്റാത്ത വെയിറ്റ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു പെയിൻ വരുന്നതെന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയായിരുന്നു ഞാൻ. സോ ഐ ട്രൈ ടു റെഡ്യൂസ് മൈ വെയിറ്റ്. ബട്ട് അറിയാലോ, ആ സമയത്ത് നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 6 months ബിഫോർ ഞാൻ ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോയി. എൻ്റെ മോൾക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ സമയത്ത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് എണീറ്റപ്പോഴത്തേക്ക് എൻ്റെ കാലിന് ഭയങ്കര പെയിൻ വന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റി കാലിന്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഓവർ വെയിറ്റ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അവിടെ പെയിൻ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല, ഒന്ന് എക്സ്റേ എടുത്ത് നോക്കൂ. തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു ലാബ്. അപ്പോൾ ഞാൻ അവിടെ പോയി എക്സ്റേ എടുത്തു. അപ്പോൾ തന്നെ എനിക്ക് എക്സ്റേയുടെ റിസൾട്ടും കൂടെ തന്നു. ഞാൻ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ട എക്സ്റേ ആണ് ഇത്. വലത്തെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അവിടെയുള്ള എല്ലിൻ്റെ അവിടെ നിന്ന് ഇതിങ്ങനൊരു സാധനം, ഹുക്ക് പോലൊരു സാധനം ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. ഹീൽ സ്പർ ആണത്. പിന്നെ നേരെ ഓർത്തോപെഡിക് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മാസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ വൈറ്റമിൻ D3 ആൻഡ് B12 എൻ്റെ ബോഡിയിലേ ഉണ്ടാവില്ലായിരുന്നു, അത്രയ്ക്കും ലോ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹീൽ സ്പർ പെയിൻ വരാനുള്ള ഒരു കാരണം. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ്ലി 3 months എവറി വീക്ക് വൈറ്റമിൻ D3 ആൻഡ് B12 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു, ഒന്ന് നോർമൽ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ അതിൻ്റെ ടാബ്ലറ്റാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ്ലി ഓർത്തോപെഡിക് ചപ്പൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വീട്ടിനകത്തും വീട്ടിന് പുറത്തൊക്കെ. എനിക്ക് സാധാരണ ചപ്പൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. D3 ആൻഡ് B12 കൂടെ കാൽഷ്യം ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു പെയിൻ കില്ലറും എടുക്കുന്നുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 എക്സസൈസസ് ഞാൻ എവറി ഡേ 4 times ചെയ്യുന്നുണ്ട്. താങ്ക്ഫുള്ളി ലാസ്റ്റ് 1 month ആയിട്ട് എനിക്ക് നല്ല കുറവുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞത് കുറച്ച് വെയിറ്റ് മാനേജ്മെൻറ്റ് കൂടെ നമ്മൾ നോക്കണം. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ 76 കിലോ ആയിട്ടുണ്ട്. 88 to 76. ഇറ്റ് വാസ് എ ബിഗ് ജേർണി. ആർക്കെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിക്കുക. സ്വന്തമായിട്ട് എന്നെ പോലെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി നിൽക്കരുത്, അത് ശരിയല്ല.